ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള വലിയ തരംഗം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് കണ്ടിരുന്ന അതേ ആവേശം ഒരല്പം പോലും ചോരാതെ ഈ ബൂത്തുകളിലും പോളിംഗ് സ്റ്റേഷനുകളിലും കാണാൻ കഴിയുന്നു എന്നുള്ളത് ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കുറേ വിഷയങ്ങൾ ചർച്ച ചെയ്യണം, പ്രത്യേകിച്ച് ശബരിമല വിഷയം. അതൊക്കെ ഈ UDF ഗുണം ചെയ്യുമോ? അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ തന്നെയാണ് ഞങ്ങൾ തുറന്നു കാണിച്ചിട്ടുള്ളത്. സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന വിലക്കയറ്റം അടക്കമുള്ള പ്രശ്നങ്ങൾ ഈ രാജ്യത്തെ വിശ്വാസികളെ ആകമാനം അമ്പരപ്പിച്ചുകൊണ്ട് CPM നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വർണ്ണക്കൊള്ളയടക്കം ഈ തെരഞ്ഞെടുപ്പിൽ വീടാന്തരം കയറി ഇറങ്ങി പറഞ്ഞാണ് ഐക്യജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിലെ പ്രചരണം നടത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ജനങ്ങൾ അത് പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു. അത് അതിജീവിതയ്ക്കൊപ്പമാണ് കോൺഗ്രസ്. രാവിലെ തന്നെ KPCC പ്രസിഡന്റ് കോൺഗ്രസിൻ്റെ അഭിപ്രായവും UDFിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് UDFിൻ്റെ അഭിപ്രായവും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാലത്തും അതിജീവിതകൾക്കൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് കോൺഗ്രസ് ഈ കേസിലും പരിപൂർണമായിട്ടും അതിജീവിതയ്ക്കൊപ്പം തന്നെ നിലകൊള്ളുന്നു. ഞാൻ പറഞ്ഞല്ലോ, അതേ സംബന്ധിച്ച് പറയുമ്പോൾ നേതാക്കൾ അത് അടൂർ പ്രകാശിൻ്റെ പ്രസ്താവനയെ ഞാൻ 100% തള്ളിക്കളയുകയാണ്. സ്ഥാനത്തിരിക്കുന്ന നേതാക്കന്മാർ വ്യക്തത വരുത്തിക്കൊണ്ട് പാർട്ടിയുടെ അഭിപ്രായമാണ് പറയേണ്ടത്. അതിനപ്പുറമായി പറയുന്ന അഭിപ്രായങ്ങളെ ഒരു കാരണവശാലും മുഖവിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും അഭിപ്രായങ്ങൾ UDFിൻ്റെ ചെയർമാനും KPCCയുടെ പ്രസിഡന്റും വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. ഈ വിധിയെ നോക്കിക്കാണുന്നത് തീർച്ചയായിട്ടും അതിജീവിതയ്ക്കൊപ്പം തന്നെ. അതിനകത്ത് ഗൂഢാലോചനയുടെ ഭാഗം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. അതേ സംബന്ധിച്ച് ഒരു അഭിഭാഷക കൂടിയായിട്ടുള്ള എനിക്ക് പറയാനുള്ളത്, ഞാനതിൻ്റെ വിശദാംശങ്ങൾ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടില്ലെങ്കിലും കൃത്യമായിട്ട് അതിജീവിതയ്ക്ക് പരിപൂർണമായിട്ടും അതിനകത്ത് സംതൃപ്തി ഉണ്ടാകുക, അതിജീവിതയ്ക്ക് മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹത്തിന് സംതൃപ്തി ഉണ്ടാകുന്ന രീതിയിൽ അപ്പീൽ പോകണം ഗവൺമെൻറ് എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. ഒപ്പം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നു, അതിജീവിതകൾക്കൊപ്പമാണ് കോൺഗ്രസ്. കിളിരൂർ കേസും കവിയൂർ കേസും പൂവരണി കേസും അടക്കമുള്ള കേസുകളിലും അതിജീവിതയ്ക്കൊപ്പം കേരളത്തിലെ പൊതുസമൂഹം നിന്നപ്പോൾ അവർക്കൊപ്പം നിന്നവരാണ് ഞങ്ങൾ എന്നുള്ള കാര്യം കൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ല, അതേ സംബന്ധിച്ചൊക്കെ ഇനി വരും ദിവസങ്ങളിൽ പറയേണ്ട കാര്യങ്ങളാണല്ലോ. അതിനകത്ത് എന്തായാലും പരിപൂർണമല്ല എന്നുള്ളത് കൊണ്ടാണ് അതിനകത്ത് അപ്പീൽ പോകണമെന്നുള്ള അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അപ്പീൽ പോകുക എന്നുള്ളത് തീർച്ചയായിട്ടും നിയമത്തിൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ പോംവഴിയാണ്. അത് അതിജീവിതയ്ക്ക് പൂർണ്ണമായിട്ടും അതിനകത്ത് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്ന രീതിയിലുള്ള വിധി തന്നെയാണ് അനിവാര്യം.